നമ്മൾ ഇന്ന് കാണുന്ന പല വികസിത രാജ്യങ്ങളുടെയും ഐശ്വര്യത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന വലിയൊരു തട്ടിപ്പിന്റെയും കൊള്ളയുടെയും കഥയുണ്ട്. സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ഇന്ത്യയെ പോലെ വലിയൊരു സമ്പന്ന തറവാട്ടിൽ അതിഥികളായി വന്ന അവിടുത്തെ സ്വർണവും പണവും എന്തിന് അടുക്കളയിലെ മസാലപ്പൊടി പോലും കവർന്നുകൊണ്ടുപോയി സ്വന്തം വീട് പണിതവരാണ് ബ്രിട്ടീഷുകാർ. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ഭരിക്കുക എന്നതിലുപരി ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയെ വെറും 200 വർഷം കൊണ്ട് പിച്ചച്ചട്ടി എടുപ്പിച്ച ചരിത്രമാണിത്. ഇതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ സഹിതം പറഞ്ഞു കൊടുക്കുമ്പോൾ മാത്രമേ നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ച കഷ്ടപ്പാടിന്റെ ആഴം പുതുതലമുറയ്ക്ക് മനസ്സിലാകൂ. ഒരു കാലത്ത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന ബ്രിട്ടൻ ഇന്ന് ലോകത്തിനു മുന്നിൽ വലിയ ജനാധിപത്യവാദികളും സംസ്കാര സമ്പന്നരുമായാണ് നിലകൊള്ളുന്നത്. എന്നാൽ ആ മാന്യതയുടെ പിന്നിലെ കൈപ്പേറിയ സത്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടൻ ഇന്ന് കാണുന്ന വലിയ കെട്ടിടങ്ങളും റെയിൽവേയും അവരുടെ സാമ്പത്തിക അടിത്തറയും പടുതുയർത്തിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ പണം ഉപയോഗിച്ചാണ്. അന്ന് നമ്മുടെ നാട്ടിൽ വന്ന് കച്ചവടക്കാരെന്ന വ്യാജേന അധികാരം പിടിച്ചെടുത്ത് സാധാരണക്കാരന്റെ അന്നം മുട്ടിച്ചാണ് അവർ ലണ്ടനിലെ കൊട്ടാരങ്ങൾ പണിതത്. ഇന്ന് വലിയ സ്യൂട്ടും കോട്ടുമിട്ട ലോകത്തോട് മാനുഷിക മൂല്യങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കുമ്പോൾ ആ വസ്ത്രത്തിന്റെ നൂലുകൾ പോലും ഇന്ത്യയിലെ നെയ്ത്തുകാരുടെ വിയർപ്പും രക്തവും കൊണ്ട് നനഞ്ഞതാണെന്ന സത്യം നമ്മൾ മറന്നു പോകരുത്. ഓക്സ്ഫോർഡിലെ, അതായത് ബ്രിട്ടന്റെ മണ്ണിൽ നിന്ന് തന്നെ ശശി തരൂർ നടത്തിയ വിഖ്യാതമായ പ്രസംഗത്തിൽ ഇതിന്റെ സത്യാവസ്ഥ കൃത്യമായി പറയുന്നുണ്ട്. ബ്രിട്ടന്റെ വ്യാവസായിക വിപ്ലവം നടന്നത് ഇന്ത്യയെ തകർത്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ഉറക്കെ പറഞ്ഞു. ലോകത്തെ ടെക്സ്റ്റൈൽ കയറ്റുമതിയുടെ ഭൂരിഭാഗവും കൈപ്പിടിയിൽ ഒതുക്കി നമ്മുടെ നെയ്ത്തുകാരുടെ വിരലുകൾ അറുത്തുമാറ്റിയാണ് അവർ ഇന്ത്യൻ തുണി വ്യവസായത്തെ തകർത്തത്. റെയിൽവേ അവർ നിർമ്മിച്ചത് നമ്മളെ സഹായിക്കാനല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ വിഭവങ്ങൾ വേഗത്തിൽ തുറമുഖത്തെത്തിച്ച് ലണ്ടനിലേക്ക് കടത്താൻ മാത്രമായിരുന്നു. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ പട്ടിണിക്കിട്ട് കൊന്ന ബംഗാൾ ക്ഷാമം ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ്. ബ്രിട്ടീഷുകാർ ഇങ്ങോട്ട് വരുമ്പോൾ ലോക സമ്പത്തിന്റെ 25% കൈകാര്യം ചെയ്തിരുന്ന അതിസമ്പന്നമായ ഒരു തറവാടായിരുന്നു ഇന്ത്യ. വെറും 200 വർഷം കൊണ്ട് നമ്മുടെ GDP അവർ 3% ഇടിച്ചു താഴ്ത്തി. ഏകദേശം 45 ട്രില്യൺ US$ അവർ ഇന്ത്യയിൽ നിന്ന് മാത്രം കടത്തിക്കൊണ്ടുപോയത്. കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിച്ച പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞ ഉത്സ പട്നായിക്കിന്റെ പഠന റിപ്പോർട്ടുകളിലൂടെയാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ ലോകമറിഞ്ഞത്. ഇതിനെക്കുറിച്ച് ശശി തരൂർ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പ്രസംഗം ഇന്നും കൊള്ളയുടെ വലിയൊരു രേഖയായി നിലനിൽക്കുന്നു. മനുഷ്യൻ പണത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലത്ത് ചരിത്രത്തിലെ ഇത്തരം സത്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി കാനഡ വാർത്തകൾ എന്ന ഞങ്ങളുടെ പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യും. കാനഡയിലെ മലയാളി ശബ്ദം.